ഒരു സ്ഥലം കാണിച്ചു തരാം. 1-2 ദിവസം ഞാൻ അവിടെ ട്രയൽ കൊടുത്തു. പിന്നെ അവരെനിക്ക് പറഞ്ഞു, അപ്പോഴെനിക്ക് മറ്റേ ഞാൻ പറഞ്ഞില്ല ഒളങ്കോങ് എന്ന സ്ഥലത്ത് പോയില്ലെന്ന് പറഞ്ഞില്ലേ ജോലി, അന്നേരം എനിക്ക് അവിടെ കിട്ടിയത്. പക്ഷെ ഇവരെനിക്ക് സ്പോൺഷിപ്പ് തരത്തില്ലായിരുന്നു. അവിടെ എനിക്ക് സ്പോൺഷിപ്പ് കിട്ടിയോണ്ട് ഞാൻ ആ ജോലിക്ക് പോയി. ഇത് ഐ ആം ആംഗസ്. കണ്ടോ, യു വാണ്ട് ട്രൈ ആംഗസ്? സംതിങ് ലിറ്റിൽ സിഗ്നേച്ചർ വാഗു സ്റ്റേക്ക്. $70 $78. ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ 50-55 ഒക്കെ ആയിരുന്നു. 60s ആയിരുന്നു. അങ്ങനെയാണ്. ലോബ്സ്റ്റേഴ്സ് ലാം റം, ചിക്കൻ ബ്രസ്റ്റ്, crispy crumb chicken, fettuccine carbonara, ribs and rums plate, rum steak, pork ribs, chef's plate, 68. ഉണ്ട്, കങ്കരു ഉണ്ട്, സേഡ് കങ്കരു. Seared kangaroo, spicy beetroot jam, mashed potato, saute greens, juniper berry sauce. Best served with medium rare, of course. That's medium. നല്ലതായിരിക്കും. എനിക്ക് കങ്കരു ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾക്ക് കഴിക്കണമെന്നുള്ള ആ ഒരു വ്യാന്തി. 5 മണിക്ക് തുറക്കുള്ളൂ ഇനി. ഓക്കെ, ഇവിടെ മൊത്തം റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇത് അടുത്ത റെസ്റ്റോറൻറ്റ്. പണ്ടൊക്കെ ഇവിടൊക്കെ വന്ന് റെസ്യൂം കൊടുത്തിട്ടുണ്ട്. വന്ന സമയത്ത്, സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവരൊക്കെ പറയാമെന്ന് പറയും. കാരണം നമുക്കൊന്ന് ഇന്ത്യൻ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളായിരുന്നു, അതും പേസ്ട്രി ഷെഫ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു നല്ല അവൈലബിലിറ്റി ആയിരുന്നു സ്റ്റാഫിൻ്റെ. പക്ഷേ കോവിഡിന് ശേഷം ഭയങ്കര ഷോർട്ടേജായി. ആ സമയത്ത് നമ്മൾ റെസ്യൂം കൊടുത്തു കഴിയുമ്പോൾ, പക്ഷേ അപ്പോൾ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഉണ്ട്, അത് വേറെ കാര്യം. എന്നാലും നമ്മൾ റെസ്യൂം കൊടുക്കുമ്പം അന്നേരം വിളി വരുമായിരുന്നു. എവിടെ കൊടുത്താലും വിളിക്കുമായിരുന്നു. കാരണം അത്രയും ഷോർട്ടേജ് ആയിരുന്നു ഷെഫുമാർക്ക്. ദാറ്റ് ഈസ് 2021. ഞാൻ കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് 5 വർഷത്തെ എൻ്റെ PR റിന്യൂ ചെയ്യാൻ വരുന്നത് കോവിഡ് കഴിഞ്ഞിട്ടാണ്. അതുവരെ എനിക്ക് PR ഉണ്ടായിരുന്നു. എപ്പോഴും ഉണ്ട് PR. 5 വർഷത്തെ PR എനിക്ക് പിന്നെ കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാ വർഷവും ഒരു 1 ഇയർ വെച്ചതായിരുന്നു. കാരണം ഞാനിവിടെ നിൽക്കുന്നില്ലല്ലോ. എനിക്കിത് PRൻ്റെ കണ്ടീഷൻ, നമ്മൾ either stay for like minimum 2 years, then you get 5 years. Otherwise you don't get for 5 years. എനിക്ക് എപ്പോഴും 1 ഇയർ വെച്ചിട്ടാണ് ഇപ്പം എൻ്റെ PR റിന്യൂ ആവും. എവറി 1 ഇയർ ഞാനിങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ഡോണ്ട് ഡു എ ഗ്യാപ്പ് ഫോർ മോർ ദാൻ 5 ഇയേഴ്സ്. അതായത് 5 വർഷത്തിൽ കൂടുതൽ നിങ്ങൾ മാറി നിന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് നമ്മൾ PR റിന്യൂ ഉണ്ട്, വിച്ച് ഇസ് RRV, റെസിഡൻറ്റ് റിട്ടേൺ വിസ നമ്മൾ ഫയൽ ചെയ്യുമ്പോഴാണ് അത്. ഓക്കെ, കിട്ടിയാ? So this is the menu. Arancini bowls, bruschetta, spiced roasted chicken wings, garlic pizza, salads, extra sauce, sides, mains, barbecue, pork ribs, sweet potato. This is kangaroo, medium rare. ബ്രാണൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കങ്കരു വാങ്ങിച്ച് കഴിക്കണമെന്ന്. സെറ്റായി. പ്ലസ് കാങ്കരു കഴിക്കുന്ന ഇലയാണ് കൂട്ടത്തിൽ വെച്ചേക്കുന്നത്. കങ്കരു കഴിക്കുന്ന ഇല. പ്ലസ് ദി സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സ്, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സ്. ഓക്കെ, ലെറ്റ്സ് ട്രൈ. ഡിഫറെൻ്റ് അല്ലേ? ഇതെങ്ങനെയുണ്ട്? കഴിച്ചു നോക്കി. മീഡിയം റെയർ. അങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മൾ വേവിച്ച് നശിപ്പിച്ചിട്ടില്ല. ഇവിടെ പോത്തിറച്ചിയൊക്കെ കഴിയുന്നത് തന്നെ ഇരിക്കുന്നു. അതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ അത്രയും വേവിക്കാത്ത ചെറിയ ഇതുണ്ട്. അത് മീഡിയം റെയർ, അതുകൊണ്ടാണ്. ഇത് മീഡിയം റെയറിൽ കൂടുതൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആവും. ഇത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, രസമുണ്ട്. ദിസ് ഇസ് ഗുഡ്. നമ്മുടെയൊക്കെ അവിടെ നിന്ന് നോക്കുന്നവർക്ക് വേണമെങ്കിൽ
ഒരു ചോരയുടെ ചെറിയ പാടൊക്കെ കാണാം. അത് രസമാണ്. അതാണ് രസം. ബ്ലഡ് അല്ല, ജ്യൂസാണ്. വെരി ഗുഡ്. നടുതുണ്ടെന്താ തിരിച്ച്? Yes, that's enough. See that medium rare. കൊള്ളാമല്ലേ? പക്ഷേ നിങ്ങൾ വെച്ചാൽ ഞാനിത് പണ്ട് വർക്ക് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയ ഫ്ലേവർഫുൾ മീറ്റായിട്ട് ഫ്ലേവറുണ്ട്, പക്ഷേ ഗെയിം ഫ്ലേവറാണ് എനിക്കത്. ഞാനത്ര ഫാനല്ല. എനിക്ക് ബീഫ് സ്റ്റേക്സ്, ബീഫ് കണ്ണുടച്ച് കഴിക്കും. കുട്ടി ഈ ബേക്കറിക്കകത്ത് നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. കുറച്ച് ഫാമിലി ആയിട്ടൊരു യാത്രയാണ് സമയം അതിക്രമിച്ചു കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ 6-7 വർഷം എങ്ങും പോകാതിരുന്നില്ലേ, പിന്നല്ലേ നിങ്ങൾ സെറ്റാക്കി ഓർഗനൈസ് ആക്കി നിങ്ങളൊരു സംഭവമാക്കിയത്. അതുപോലെ എനിക്ക് സോൾവ് ചെയ്തിട്ട് പക്ഷേ എനിക്കൊന്നും ഇതിങ്ങനെ പറഞ്ഞു തരാൻ ഒരുത്തിനും ഇല്ലായിരുന്നു. സമ്മതിച്ചു, ഞാനും അത് മനസ്സിലാക്കുന്നു. അങ്ങനെ ഞാനും വിചാരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനെന്നാണ്. ഇവിടുത്തെ ആൾക്കാർ ഫിറ്റ്നസ് ഭയങ്കരമാണ്. എല്ലാവരും നല്ല എപ്പോൾ നോക്കിയാലും ഓട്ടം ഇല്ലേ? നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, എന്നാലും ദേ ആർ ഫിറ്റ് ലൈക്ക്. അത് നമ്മുടെ കൾച്ചറിൻ്റെ ഉണ്ടോ? ഇവർ നമ്മുടെ ഫുഡ് എല്ലാം ഉണ്ട്. കാണുന്നതാണ് ക്രൗൺ കണ്ടോ? ക്രൗൺ ഗോവ കാണുന്നതാണ് ക്രൗൺ പ്ലാസ. സിഡ്നിയിലെ ക്രൗൺ പ്ലാസയാണ്. ദിസ് ഈസ് ദ വ്യൂ. ഡാർലിംഗ് ഹാർബർ. ഡിസ്കവറി ചാനലിൻ്റെ ബോട്ട് കിടക്കും. വാവ്. നമ്മളിനിയും ഫെറി പിടിക്കാം. ഫെറി ഓക്കെ. നടന്ന് കുറേ നേരമായി. നടക്കുമോ? ഏത് കുറ്റി? ആ കുറ്റിയാണ് ക്രൗൺ കുറ്റി. എൻ്റെ ദൈവമേ, എനിക്കിങ്ങനെ പച്ചയായ കോട്ടയംകാരെ തരല്ലേ. ഏകദേശം രസമുണ്ടോ ബിൽഡിങ്? നോക്കി ആ കാട് കയറ്റി വിട്ടിരുന്ന ബിൽഡിങ്. എൻ്റെ മുട്ടുവേന ഉണ്ടോ? എന്നാൽ പിന്നെ അവിടം വരെ നടക്കണ്ടല്ലോ. ആ പാലത്തിന് അടി കൂടെയാണോ പോകുന്നത്? ആ വ്യൂ കാണാൻ പറ്റുമോ? ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റ്സും പബ്ബുകളും. ആ ആശ്വാസം. അത് വെയിൽ ഭയങ്കര പൊള്ളുന്ന വെയിലാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ചൂടില്ല. ടെമ്പറേച്ചർ വൈസ് ഇറ്റ്സ് അത്ര ചൂടില്ല. ഇതെവിടെ ഉണ്ടല്ലോ? ഏതാ? ബറാങ്കു. ഇതെല്ലാം സ്റ്റോപ്പിൻ്റെ പേരായിരിക്കും. ഓ ഞാനെന്തിരിച്ചല്ലേ. ബരങ്കാഹു ഗാഹോ. എന്നോട് ഞാൻ അടുത്ത ദിവസം ശനിയാഴ്ച അവിടെ ഇരുന്നപ്പം വൃദ്ധകാർ കുറെ പിള്ളേരെ പരിചയപ്പെട്ടേ. ഓസ്ട്രേലിയക്കാർ പിള്ളേരാ? നമ്മളൊക്കെ പ്രായമുള്ളതാ. വർത്താനൊക്കെ എന്നോട് ഫുള്ളായിട്ട് ഉമ്മയുടെ ആക്സെന്റ് അങ്ങ് കിട്ടുന്നില്ല. മനസ്സിലായി. അല്ലെങ്കിൽ ഓസി ആക്സെന്റ് ഇച്ചിരി പ്രയാസോ. ഇവിടെ വരുമോ? താങ്ക് യു. പാറാമട്ട. നിങ്ങളെന്താ പറയുന്നത്? മെട്ടാമാറ? എന്താ? പട്ടമറ. ഇതൊക്കെ $1 ബില്യൺ വ്യൂ ആണോ $1 മില്യൺ വ്യൂ ആണോ? ഇതൊക്കെ മില്യൺ ആയിരിക്കും അല്ലേ? എനിക്ക് ഇവിടുത്തെ വ്യൂ വേണ്ട. ശരി, ഇങ്ങനെ വലിയ ശരി. ഓസ്ട്രേലിയ കാര്യം എന്താ? കാലാവസ്ഥയാണോ? ഇനി അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളോട് UK വന്നിട്ട് ഞാൻ പറയാം. UK experience like no? UK is so vibrant, very live. ഇങ്ങനെ you will walk very fast. അങ്ങനെ അത് പെട്ടെന്ന് നടത്തും. ടൗൺ UK-യിലാണ്, ലണ്ടനിലാണല്ലോ. ബട്ട് ഔട്ട്സൈഡ് ദാറ്റ് ഇറ്റ്സ് വെരി കംപ്ലീറ്റ് ലൈഫ്. നിങ്ങൾക്ക് അവിടെ ഏത് വിസ? വിസിറ്റിംഗ് ആണോ ബിസിനസ് വിസ ആണോ? നമുക്ക് എവിടെയും പോയാൽ പോരെ. അവനെന്തിനാ നമ്മൾ ഇഷ്ടമുള്ള ആൾക്ക് പോകും. നിങ്ങൾ സർക്കുലറിൽ നിന്നല്ലേ പോയേ? അവിടെ എന്തായാലും വേറെ കിട്ടുമല്ലോ. ഇതല്ലെങ്കിൽ അവിടെ തന്നെ ഇത് തന്നെ വേറെ കിട്ടുമല്ലോ.
Ferry. Store around that side, click over forward. Thanks, man. ഫെറി സർവീസാണ്. ഇതിൻ്റെ ഗുണമെന്നല്ല, ചിലപ്പോൾ മാൻഡിയിലൊക്കെ താമസിക്കുവാണല്ലേ പെട്ടെന്ന് സിറ്റിയിലോട്ട് വരണമെങ്കിൽ എളുപ്പമല്ലേ. വെളിയിൽ പോയി നല്ല കാറ്റുണ്ട്. മോള് നല്ല പേര് ഇത് അവിടെ ഇരിക്കുന്നു. ഒരു കുറച്ച് വേണം കാറ്റ് കൂടാതെ തിരിച്ചു വരാം. നിങ്ങൾ പറഞ്ഞ ക്രൂസ് പോകുന്നതേ, നിങ്ങൾ പറഞ്ഞ ക്രൂസ് പോകുന്നു മനുഷ്യ. That's a carnival cruise. Carnival cruise ഉണ്ടോ? ഓ പോണു. നമ്മളിവിടുന്ന് ഒരു ഫെറി എടുത്തിരിക്കുകയാണ്. We are going to Circular Quay. Circular Quay. Circular Quay എന്നാ പറയുന്നത് അല്ലേ? സർക്കുലർ. സോ നമ്മളിവിടുന്ന് ഒരു ഫെറി എടുത്തിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് അടുത്തൊരു സ്റ്റേഷനിലോട്ടാണ്. അവിടെ നിന്ന് പാരമെട്ട പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഒരു വ്യൂ നമ്മൾ ആ സൈഡിലാണ് ഇന്നലെ നമ്മളിന്നലെ ആ സൈഡിലാണ് നമ്മൾ ഈ സൈഡിൽ കാണാനും പറ്റുന്നുണ്ട്. ദാറ്റ് സൈഡ് ലൂണ പാർക്കൊക്കെ ഉള്ള സൈഡുണ്ട്. ഓ ക്രൂസ് ഈസ് മൂവിങ്. നമ്മുടെ ആ ക്രൂസ് ഷിപ്പ് പോവാണെന്ന് തോന്നുന്നു. ഓ they want to touch the Harbour Bridge or what? They're leaving. Going to some other country. That's a farewell, I think, right? They're going, right? I think they're leaving Sydney. Yeah, yep. Not a real lot of clearance to the bridge. Yeah, that's good. That was close. Like they're going. Bye bye. It's almost like hitting the bridge. Oh, I still reckon there's probably 2 meters. Yeah. That high point. But when you look from here, you'll feel like they are really close. Oh, yeah. ഉള്ള വ്യൂ ആണിത്. ഡാർലിംഗ് ഹാർബർ ബ്രിഡ്ജും പിന്നെ ഒപ്പേര ഹൗസും ആ സൈഡിലാണ് നമ്മൾ ഇന്നലെ വന്നത്. ആ ലൂണ പാർക്കൊക്കെ ഇരിക്കുന്ന സൈഡിൽ അവിടെ വലിയൊരു വീല് കാണാൻ പറ്റുന്നുണ്ടോ, ജയൻ വീല് പോലെ. അവിടെയാണ് ലൂണ പാർക്ക്. അവിടെയാണ് നമ്മൾ ഇന്നലെ വന്നത്.
ഇതൊക്കെ ഒരുപാട് കോടികൾ വിലയുള്ള അപ്പാർട്ട്മെൻറ്റ്സും ഫ്ലാറ്റുകളും ഉള്ള സ്ഥലമാണ്. നമ്മുടെ സുന്ദരൻ ഹാർബർ ബ്രിഡ്ജ് തലയെടുത്തിപ്പോണ്ട്. അതാണ് നമ്മൾ ഇന്നലെ വന്ന സ്ഥലം. ഇവിടെ ഈ ഭാഗത്താണ് ലൂണ പാർക്കാണ് കാണുന്നത്. ലൂണ പാർക്കിലാണ് അടുത്ത സ്റ്റോപ്പ്. നെക്സ്റ്റ് സ്റ്റോപ്പ് ഈസ് ലൂണ പാർക്ക്. ദിസ് ഹൗ ദേ ആർ സ്റ്റോപ്പിംഗ് ആൻഡ് ടേക്കിംഗ് പീപ്പിൾ. ഇവിടെ നമ്മൾ വന്നില്ലേ, ആ ലൂണ പാർക്കിൻ്റെ ആ ഭാഗത്തെ സ്റ്റോപ്പാണ്. നമ്മൾ ഫെറിയിൽ കയറി യാത്ര ചെയ്ത് ഏകദേശം സിഡ്നിയുടെ വ്യൂ ഒക്കെ കണ്ടുപോവാണ്. 40 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തി. പിന്നെ അവിടെ നിന്ന് ബസ്സല്ലേ, അത് കഴിയുമ്പോൾ ബസ്സേ കയറി പോകണം. അങ്ങനെയാണ് പരിപാടി. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്താ സ്ഥലത്തിൻ്റെ പേര്? റൈഡൽ മേയർ. റൈഡൽ മേയർ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്നും ബസ്സേ കയറി പോകണമെന്നാണ് പറഞ്ഞത്. അയ്യോ, ടാപ്പ് ചെയ്യണമല്ലേ. ടാപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്പ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. എവിടാ കേട്ടാ? അതായത് ഞങ്ങൾ പണ്ട് പറയുമായിരുന്നേ, ഈ കേട്ടാ, ഈ ഓസ്ട്രേലിയയിലെ കാക്കയില്ലേ നാട്ടിൽ നിന്നാണ് പറന്നു വന്നത്. ഏത്? നമ്മളവിടെ നിന്ന്. കേട്ടാ ഇവിടെ വന്നപ്പോഴത്തേന് ഇവന്മാർക്ക് വല്ല അത്രയും ദൂരം പറന്നു വന്നല്ലേ വല്ല. അപ്പം നിങ്ങൾ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കപ്പലൊക്കെ, പക്ഷേ കപ്പലല്ലേ, മൊത്തം വെള്ളിയാണ് ഓസ്ട്രേലിയ വന്നിട്ട്. എനിക്കറിയത് യാട്ട്. ഈ കാക്ക ഞാൻ കൊല്ലും ഞാൻ. അപ്പോൾ അങ്ങനെ ഈ യാട്ടൊക്കെ ഉള്ളൊരു ലൈഫാണോ? യാട്ടൊക്കെ ഉള്ള ലൈഫ് എന്നല്ല ഞാൻ പറഞ്ഞേ. പിന്നെ നമ്മളിവിടെ ലൈഫിന്റെ ഒരു സെക്കൻഡ് പാർട്ട്, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ലൈഫിന്റെ സെക്കൻഡ് പാർട്ട് തുടങ്ങിയല്ലോ. സെക്കൻഡ് പാർട്ട് സന്തോഷമാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. ഈ കഷ്ടപ്പാടിന്റെ ഈ ലൈഫിന്റെ സെക്കൻഡ് പാർട്ട് രാവിലെ 2 ബ്രെഡും കഴിച്ച് ചീസും കഴിച്ച് കുറച്ച് പോത്തിറച്ചിയും കഴിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഇത്ര ഒന്നും കഷ്ടപ്പെടേണ്ട നാട്ടിലും ജീവിക്കാം. നമ്മൾ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ലൈഫ് കുറച്ച് ജോയിയസ് ആക്കാനാണ് നമ്മൾ എഫർട്ട് എടുക്കുന്നത്. അതിന്റെ ഒരെണ്ണം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിന്റെ സെക്കൻഡ് പാർട്ടിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സെറ്റിലായി എന്നുള്ള വേർഡിന്റെ മീനിങ് എന്നാ? നമുക്കൊരു ഫ്രീഡം വേണം, ട്രാവൽ ചെയ്യണം, അതാണ് ഉദ്ദേശിച്ചത്. അതാണ് ലൈഫിന്റെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഫ്രീഡം വേണം. അവരെയും കൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഭയങ്കര ട്രിപ്പിന് പോകണമെങ്കിൽ ട്രിപ്പിന് പോകാനുള്ള ഫ്രീഡം വേണം. ഫാമിലിയെയും കൊണ്ട് എന്ന് പറയുന്നത് ഈസ് ലിമിറ്റഡ് ടു വൈഫ്, അത്രേ ഉള്ളൂ. പിള്ളേരൊക്കെ അവരുടെ പാട്ടിന് പോകുമല്ലോ. പിള്ളേരുള്ളപ്പം പിള്ളേരെ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം കഴിക്കാനും യാത്ര ചെയ്യാനും അതിനല്ലേ നമ്മളെല്ലാം കഷ്ടപ്പെടുന്നതിനല്ലേ. ഇപ്പം ഞാനിവിടെ നിന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും ഇതുപോലെ ഓട്ടത്തിലായിരിക്കും. പക്ഷേ നമ്മൾ പറയുന്നത് നമ്മൾ ആ ഒരു, പക്ഷെ ഒത്തിരി ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഓസ്ട്രേലിയക്കാർ ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. ഓസ്ട്രേലിയൻ ഇന്ത്യൻസ് ഇവിടെ ഉള്ളവർ ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. മൈ പോയിന്റ് ഈസ്, നീ ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ നീ കുറെ പൈസ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്, ഞാൻ ബിസിനസ് ചെയ്തേനെ. ഞാനൊരു 9 to 5 ജോബ് ഒരിക്കലും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഇവിടെ ഉണ്ട്. അവരിൽ എത്ര പേര്, 1-2 എക്സെപ്ഷൻ, എത്ര പേര് ഈ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർ ചെയ്യുന്നവരെ അല്ലെങ്കിൽ US-കാർ ചെയ്യുന്നവരെ. അവർ പക്ഷെ 9 to 5 വർക്കും ചെയ്യുന്നുണ്ട്, അവർ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് സേവിങ്സ് ഒന്നും ഇല്ല. നമ്മൾ അതാണ് നമ്മുടെ ഈ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. നമുക്ക് എത്ര സമ്പാദിച്ചാലും നമുക്ക് ഈ സേവിങ്സ് എവിടെ തീരും? എത്ര രൂപ സേവ് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. അങ്ങനെ സേവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറയും നീ ഒരു ബില്യൺ എന്നാണ്. ദ മൊമെന്റ് യു ഗെറ്റ് എ ബില്യൺ കിട്ടി കഴിയുമ്പോൾ 100 ബില്യൺ സേവ് ചെയ്യണമെന്നാണ്. ശരിയാ. അത് മനുഷ്യന്റെ ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. നമുക്ക് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ മലയാളീസിന്
എത്രയായാലും ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണമെന്നുള്ള ചിന്തയാണ്. ഒരു കാര്യമില്ല. ഞാൻ ഒരു സിമ്പിൾ കാര്യം ചോദിച്ചോട്ടെ, നിന്റെ കറക്റ്റ് നമ്പർ ഒരു ആർബിട്രറി നമ്പർ പറഞ്ഞാൽ മതി. നിന്റെ ഗ്രാൻഡ് ഫാദറെ പുള്ളിയുടെ ലൈഫ് നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ച് ജീവിക്കുമായിരുന്നു ഓർത്തോ? അങ്ങനെ ആയിരിക്കും മിക്കവാറും ജീവിച്ചത്. ഉറപ്പായിട്ടും അങ്ങനെ അങ്ങോട്ട് തന്നെയാണോ? ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. ഹായ് ഇതിന് നോക്കി അങ്ങോട്ടന്നെ അതിന് നോക്കി നല്ല രസം. അയ്യോ ഇടിക്കല്ലേ കൊച്ചു വെച്ചാ ടൈറ്റായിട്ട് ജീവിക്കുമായിരുന്നെങ്കിലേ അവിടെ നിന്നാണ് ക്ലോസ് ചെയ്യണേ നമ്മൾ പറ. ടൈറ്റായിട്ട് ജീവിക്കുമായിരുന്നെങ്കിൽ പുള്ളിക്ക് ചിലപ്പം എന്ത് സമ്പാദിച്ചു വെക്കാൻ പറ്റിയ എൻ്റെ ഫാദറിനെ എന്ത് സമ്പാദിച്ചു കൊടുക്കാൻ പറ്റിയാനെ? ഒരു ഒരു ബാങ്ക് ഒരു 1 കോടി രൂപയുടെ ആസ്തി അല്ലേ? എന്തുവാ ഗ്രാൻഡ് ഫാദറിനെ കൊണ്ട് എത്ര രൂപ സമ്പാദിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു ഫാദറിന്? 1 കോടി രൂപ എനിക്ക് തോന്നുന്നില്ല. പപ്പായാണ്. എന്നാലും ഫൗണ്ടേഷൻ ചിലപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ? 10 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയെന്ന് ഓർത്തോ? അന്നത്തെ കാലത്ത്. അന്നത്തെ കാലത്ത് 10 ലക്ഷം. അതുകൊണ്ട് 10 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് പറ്റിയല്ല. വേറെ ഞാൻ ഫ്ലോയ്ക്ക് പറഞ്ഞാൽ 10 ലക്ഷം രൂപ അന്നത്തെ 10 ലക്ഷം ചിലപ്പം അന്നത്തെ 100 കോടിയുടെ വില കാണും. അല്ല നിന്റെ ഫാദർ 10 കോടിയുടെ വില കാണും. ലൈഫ് എൻജോയ് ചെയ്യാതെ ഈ നമ്മളിപ്പോൾ പുള്ളി പറയും പുള്ളി ഭയങ്കര സക്സസ്ഫുൾ ആണ്, ഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞാൽ ഈ പുള്ളി പറയുന്ന ഒരു സാധനവും എൻജോയ് ചെയ്തിട്ടില്ല. പുള്ളി പുള്ളിയുടെ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം വൈകുന്നേരം ക്ലബ്ബിൽ വരെ പോയി 2 എണ്ണം അടിക്കുമായിരിക്കും. അതിക്കുള്ള എൻജോയ്മെന്റ് ഒന്നും ഇല്ല. മിക്കവാറും പുള്ളി ജീവിക്കുന്നത് രാവിലെ കടയിൽ പോവും, വൈകുന്നേരം കട പൂട്ടുന്ന 9 മണി വരെ കടയിൽ ഇരിക്കും, വീട്ടിൽ വരും, ചിലപ്പോൾ 2 എണ്ണം അടിക്കുമായിരിക്കും, 2 എണ്ണം അടിക്കും, ഉറങ്ങും. ഈ പൈസ വരുന്ന 500 രൂപയുടെ കെട്ട് കാണുന്നതാണ് പുള്ളിയുടെ എന്റർടൈൻമെന്റ്. മിക്കവാറും പുള്ളി അങ്ങനെ ആയിരിക്കും ജീവിച്ചേക്കുന്നത്. എൻ്റെ അപ്പം അടി നിർത്തിയപ്പോഴാണ് പുള്ളി മെച്ചമായത്. അടി നിർത്തിയ പുള്ളിക്ക് എന്താ ലൈഫിൽ അപ്പോഴും പപ്പയുടെ ലൈഫ് കടയും ജീവിതം തന്നെയാണ്. അത് തന്നെയാണ് നമ്മളൊക്കെ പോകുന്ന വഴി. ഇവരങ്ങനെയല്ലെന്ന് ഞാൻ ഈ പറയുന്നത്. സായിപ്പും നിങ്ങൾ അതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ലൈഫ് നീ ഇവിടെ ഇപ്പം ഓസ്ട്രേലിയ വരണം എന്ന് പറഞ്ഞു. ഓസ്ട്രേലിയ വന്നാലും അല്ല എനിക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഓസ്ട്രേലിയയോട് എന്താ ഇത്ര ഇഷ്ടം? ഞാൻ ആദ്യം ഇങ്ങനെ അങ്ങോട്ട് പോയി. യൂറോപ്പിലൊക്കെ ഉണ്ടല്ലോ ചെടി വരെ കറക്റ്റ് വെട്ടി നിർത്തുന്നു. പബ്ലിക് വഴിയിൽ വരില്ല. അത് സത്യമായിരിക്കും കേട്ടോ. ഞാനിപ്പം പലപ്പോഴും ആലോചിച്ച് ഈ വീഡിയോ കാണുന്നതും ചിന്തിക്കത്തില്ലേ, ഇവനെന്തോ വട്ടാണ്, ഇതിൽ നല്ല യൂറോപ്യൻ കൺട്രീസ് ഉണ്ടല്ലോ. എനിക്കുള്ള ഇഷ്ടം ഞാൻ ആദ്യം വന്ന രാജ്യം. പിന്നെ അതാ ഞാൻ കഥയെല്ലാം പറഞ്ഞതിൻ്റെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ യുകെനേക്കാളും കുറച്ചുകൂടെ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ വെരി റിലാക്സ്ഡ് ലൈഫ്, അതാ അവിടെ നിന്നാണ് ഞാൻ ഈ റിലാക്സ്ഡ് ലൈഫാണ് ഓസ്ട്രേലിയയിൽ. UK ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും എക്സ്ട്രീം വെതർ വെച്ച് നോക്കിയാൽ കാശുണ്ടെങ്കിൽ ഇവിടെ ഒരു യാട്ടോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വൈകിട്ടാകുമ്പോൾ ബോട്ട് റൈഡിന് പോവുക. ഇവരൊക്കെ വണ്ടി നോക്കിയാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ്. അങ്ങനെയൊക്കെ നടത്തി ജീവിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് പ്ലേസ്. അങ്ങനെയൊക്കെ അത്ര ഞാനും ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. വൈ യു കാരണം ബീങ് എ മലയാളി ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് യു വിൽ ലീഡ് സച്ച് എ ലൈഫ്. ഇവിടെ ജീവിക്കും ലാവിഷായിട്ട്. ദൈവമേ, മരിക്കുന്നതിന്റെ തലേദിവസം വരെ നമ്മൾ എങ്ങനെ 100 രൂപ കൂടുതലാകാന്നുള്ളതാണ്. ഇതില് യാട്ടൊക്കെ ഉള്ള അയ്യോ വായ തൊണ്ടയ്ക്കകത്ത് വെള്ളം പറ്റി. നിങ്ങളുടെ അത്രയും കപ്പാസിറ്റി നടക്കാൻ എനിക്കില്ല. അയ്യോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ യാട്ടൊക്കെ എടുത്തേ ജീവിക്കുന്ന കിടിലം മലയാളികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരത്തെ പിടിച്ചിടി, മേളിൽ നിന്ന് താഴെ വരയ്ക്കും മീ ഒരു ഫോട്ടോയും വെച്ചിട്. എന്നിട്ട് നമുക്ക് ഒരു ദിവസമല്ല സ്വന്തമായിട്ട് അതായത് യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ റിലാക്സ് ചെയ്ത് അവർക്ക് എൻ്റെ ആശംസകൾ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെയും പട്ടിപ്പണി എടുത്ത് ജീവിക്കുകയാണെങ്കിൽ പിന്നെ നാട്ടിൽ കിടന്ന് പട്ടിപ്പണി സത്യമാണ്, അത് കറക്റ്റാണ്. ഐ അഗ്രി ടു ദാറ്റ് പോയിന്റ്. ജീവിക്കാൻ ഒരു മാർഗമില്ലാതെ ഇവിടെ വന്ന് ജീവിക്കുന്ന ഇവിടെ വരുന്നു. പിന്നെ ശരി, അത് ശരിയാ, അത് കറക്റ്റാണ്. കാരണം അതൊന്നും തെറ്റാന്ന് ഞാൻ പറയല്ല. നാട്ടിലൊരു സാമ്പത്തികമായിട്ട്
നല്ലൊരു ഉന്നമനം ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരും ഉണ്ട് ഇവിടുന്ന്, ഇല്ലേ? വീടില്ലാത്തൊരു സ്ഥലം വാങ്ങിച്ച് വീട്. അല്ല, അതിനൊന്നും അല്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതൊക്കെ നല്ലതാണ്. നാട്ടിൽ ജീവിതമാർഗം ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ കുടുംബം രക്ഷിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത് നമ്മൾ മോശമെന്ന് പറയുന്നില്ല. നമ്മൾ ആരും മോശമെന്ന് പറയുന്നത് സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഉള്ള ചലഞ്ചസാണ് ഞാൻ പറയുന്നത്. വേറെ ബെറ്റർ പ്ലേസസ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എനിക്ക് ഓസ്ട്രേലിയയോട് ഈ ഒരു സെൻറ്റിമെൻറ്റേ ഉള്ളൂ. സെൻറ്റിമെൻറ്റ് ഈസ് ഓക്കെ. ഈ വെള്ളം വാങ്ങിച്ചായിരുന്നു നിങ്ങൾ കേട്ടോ. ഞാൻ മര്യാദയ്ക്ക് അവിടെ നിന്ന് മറ്റേ ആ ട്രാൻസ്ഫർ ബസ് കയറാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അങ്ങേർക്ക് നടക്കണം. ഇങ്ങനൊരു കാലുണ്ടോ നിങ്ങൾ? വേറെ കാല് ഞാൻ കാണിച്ചതേ. ഇതുണ്ടോ? കപ്പക്കോല് പോലത്തെ കാല. എൻ്റെ ആണെങ്കിൽ പെൻസിൽ പോലത്തെ കാല്. ഈ കാല് വെച്ചിട്ടാണ് ഇങ്ങനെ ഫുട്ബോൾ കളിക്കാരനാണ്. നിങ്ങൾക്ക് നടക്കുന്ന കാര്യത്തിൽ എന്തോ ഭ്രാന്താണ്. നമുക്കാണെങ്കിൽ വലിയ നടക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അത് വേറെ സത്യം. ജിമ്മിൽ പോകുമ്പം മറ്റേ ലെഗ് ഡേ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ലെഗ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്കിപ്പ് ചെയ്യുന്ന സാധനമായിരുന്നു ലെഗ് ഡേ. അതുപോലെ കാർഡിയോ, ഇത് രണ്ടും ചെയ്യാൻ ഭയങ്കര മടിയാണ്. അയ്യോ, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കമ്പനി ഈ ഫ്രണ്ടേ നടന്നു പോകുന്ന പാലക്കാരൻ മിസ്റ്റർ ലൗജിൻ. ഞങ്ങൾ ബസ് സ്റ്റോപ്പ് എത്തി. നമുക്കിനി ബാക്കി നോക്കാം എന്താണ്. charging $58 for that. ചീപ്പൊന്നുമല്ല. Oh, look at that. That's so cool. You want to try something, bro? Anna, angolam mano. Japanese cake. You want the little fruit? Yeah, the pro fruits. What's the filling in there? Custard filling? Oh no, biscuit. Yeah, there'll be 10.50. Okay, you okay, best? Yeah, put. So this is like mostly Japanese kind of. Yes, we base on that. Thank you. Good night. Thank you. ഒന്നും വാങ്ങിക്കുന്നില്ല? പ്രോഫിറ്റ് റോൾസ്. ചെറുതോ? എനിക്ക് ചെറുതോ? അത് രണ്ടും ഒന്നാ. വലിയ വ്യത്യാസമില്ല. എന്തോ ഇത് കാർക്കാം മധുരം നടക്കുന്ന എന്തിനാ ട്രൈ ചെയ്യാനോ? നാട്ടിൽ പോയത് ട്രൈ ചെയ്തില്ലോ. അപ്പം പിന്നെ മൊത്തം നാട്ടിൽ പോയി നടക്കുന്നില്ലല്ലോ. നല്ലത്. ഞാനിങ്ങനെ എനിക്ക് കഴിക്കാത്ത സാധനം ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഈ ഓവർ വെയിറ്റ് ആകുന്നുണ്ട് ഓ മാത്രം. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നല്ലോ. ആര് വീട്ടിൽ കൊണ്ടു? ചീത്തയായി പോകും വീട്ടിൽ കൊണ്ടുപോയി. ദിസ് ഈസ് ദ ഇതുണ്ട്. ഓ സ്വീറ്റ് ഒന്നുമല്ല. തണുപ്പായാലും സുഖം. നിങ്ങൾ ഒരു കേക്ക് വേണ്ട ചേച്ചിക്ക്? ഇതൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം കേടായി പോകും. അല്ലെ രാവിലെ വാങ്ങി കൊണ്ടുപോകണം. That was nice Japanese bakery. Japanese bakery. It's so nice.
മേളിൽ പോകണം, അവിടെയാ കട. ഞങ്ങൾ ലൗജിൻ പോകുന്നതിൻ്റെ ദിവസത്തെ ലാസ്റ്റ് പർച്ചേസ്. നിങ്ങൾ സ്ട്രോബെറി അങ്ങനത്തെ എന്തെങ്കിലും കിട്ടാത്ത സാധനം കൊണ്ടുപോകണം. സ്ട്രോബെറി, ബ്ലൂബെറി, പിന്നെ ചെറി. ആക്ച്വലി ഞങ്ങൾ എല്ലാവരും സ്ട്രോബെറി കഴിച്ച് മടുത്തിരിക്കുക. ഞാൻ കുറേ മേടിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ 1-2 പനട്ട് കൊണ്ടു. ഇതേ പെർഫ്യൂമിൻ്റെ നോക്കുന്നോ? നമുക്ക് അത് പോയി വാങ്ങിച്ചോണ്ട് വന്നാലോ? ഇല്ല അവരടച്ചു പോയാലോ? ഓക്കെ. എൻ്റെ ക്യാമറയുടെ കവർ കളഞ്ഞുപോയി. അപ്പോൾ ആത്മാർത്ഥതയുള്ള പയ്യനത് അടുത്ത കടയിൽ കൊടുത്തിട്ട് പോയി. ഉത്തരവാദിത്വം കൂടുതലാണ് മെയിനായിട്ട്. എല്ലാം കറക്റ്റ് വെച്ച സ്ഥലത്ത് തന്നെ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് പിന്നെ അടുത്ത സാധനം ഞങ്ങൾ നോക്കും. അതാ ലാബ്. അവിടെ കൊടുത്തുള്ളൂ. ലാബ് അവൻ്റെ അടുത്ത് അപ്പുറത്തെ ക്യാമറ. ഡിജിഡയറക്ട്. സോറി, അടച്ചു കാണുമല്ലോ. ഒരു കോഫി വാങ്ങിക്കുന്ന എന്തായാലും നമ്മളിവിടെ വന്നതല്ലേ. പിന്നെന്താ വേണ്ടേ? ഞാനൊരു നന്ദി പ്രയോഗം നടത്തണ്ടേ? ഒരു നന്ദി പ്രയോഗം വേണ്ടേ? പാക്കിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ പാക്കിങ്. This is all like Japanese kind of baking. ഇങ്ങനത്തെ സാധനത്തിന് വാങ്ങണോ? ഇതും ജപ്പാനീസാ. ഇതൊന്നും കിട്ടത്തില്ല അവിടെ. ഏത് കടയിലാണ് നിങ്ങൾ ഈ സാധനം കാണിക്കുക? തേങ്ങ കിട്ടും. ഇതുണ്ടോ? ഇതൊക്കെ അവിടെ കിട്ടുമെങ്കിൽ ഞാൻ ഈ പണി നിർത്തി. കിട്ടിയല്ലോ, പക്ഷെ ഇതുപോലുള്ള സാധനം കിട്ടും. എവിടെ കിട്ടും? അവിടെ നമ്മുടെ ലുലുവിലുള്ള കടകളിൽ കാണാം, ഇല്ല, ഒരിക്കലും ഇല്ല. ഈ ലെവൽ ക്രോസോണറീസും ഈ ലെവൽ പേസ്ട്രീസും കേരളത്തിൽ ആരും ചെയ്യുന്നില്ല. ഞാനും ചെയ്യുന്നില്ല. ഇല്ല, ഞാൻ ചെയ്യുന്നുണ്ട്. എപ്പോഴാണെന്ന് ഞാൻ തിരുവല്ല ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവിടെ ചെയ്യുന്നില്ല. ഈ ലെവലിൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരാളേ ഉള്ളൂ. നമ്മുടെ പേര് വേറെ കേക്ക്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ കേക്ക്സ്, ജപ്പാനീസ് കേക്ക്സ്. റെഡ് ആപ്പിൾ കേക്ക്. എന്താ വായുവിൻ്റെ സംഭവം? ഫ്രൈഡ് ക്രൊക്കേറ്റ്. ക്രൊക്കേറ്റ് എന്ന് പറഞ്ഞ സാധനം വേറെ സാധനമാണ്. ഫ്ലോർ, എഗ്, ബട്ടർ, ഈസ്റ്റ്, ഷുഗർ, സാൾട്ട്, മിൽക്ക്, ചീസ് നട്ട് ലോഫ്. ഞാനൊരു കോഫി പറയും. കഷ്ണം അവരെടുത്ത് വെച്ചല്ലേ. എനിക്ക് എൻ്റെ നന്ദി പ്രകടനം നടത്താം. നിങ്ങൾക്ക് കോഫി വേണോ? അമേരിക്കാനോ? ഉണ്ട്. നിങ്ങളത് പറയുമല്ലോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. ഓക്കെ, ഒരു കോഫി പറയാം. എൻ്റെ ആ ഒരു സാധനം അവരെടുത്ത് വെച്ചത് കൊണ്ട് ഒരു കോഫി ഓർഡർ ചെയ്യാൻ കഴിയും. ഇതൊക്കെയാണ് അവരുടെ കേക്ക്സ്. തിരാമിസു, ഓറിയോ പീസ് കേക്ക്. ഇവരുടെ എല്ലാം ഒരു ഷിഫോൺ. ഏർലി ഗ്രേ ടീയോ? അതെ, ബേബി ക്രീം പഫ് ഉണ്ട്. നമ്മൾ താഴ്ന്ന വെച്ചില്ല. അവിടെ അപ്പോൾ ഈ കാണുന്നതാണ് ലാബ്. ജപ്പനീസ് ബേക്കറി കഫേയാണ്. അപ്പം ഇവിടെ ഞങ്ങൾ ഈ ഒരു സാധനം നമ്മുടെ ക്യാമറയുടെ കടയിൽ വെച്ച് മറന്നു പോയി. അപ്പോൾ ഇത് അവരവിടെ എടുത്തു വെച്ചു. അപ്പോൾ അതിനൊരു അപ്രീസിയേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ച്
ഞങ്ങളൊരു കോഫിയും ഒരു ചായയും അല്ലണ ചായ അല്ലേ പറഞ്ഞു നിങ്ങൾ ചായ മണ്ണിലും ഗ്രേറ്റ് ടീ ഏൾ ഗ്രേ ടീ. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ലൗജിൻ ചേട്ടൻ ഇന്ന് ഇന്നല്ല നാളെ രാവിലെ ഞങ്ങൾ പിരിയുകയാണ്. പക്ഷേ വി വിൽ മീറ്റ് ഫോർ ഷുവർ. അല്ല നമ്മളിപ്പോൾ ബൈ പറയേണ്ട കാര്യമില്ല, എന്നാലും നമ്മൾ നാളെ ഒരുമിച്ചാണല്ലോ എയർപോർട്ടിൽ പോകുന്നത്. സോ ദ 6th day ഈസ് വൈൻഡിങ് അപ്പ് ഹിയർ. 6ാമത്തെ ദിവസം 100 ദിവസത്തിൻ്റെ 6ാമത്തെ ദിവസം ആയതുള്ളൂ. മൊത്തമുള്ള 100 ദിവസത്തിലെ 6ാമത്തെ ദിവസമാണോ? 100 ദിവസം എന്തോ 100 days of love എന്ന് പറഞ്ഞാൽ 6ാമത്തെ ദിവസമേ ഉള്ളൂ. 94 ദിവസം കിടക്കുക. അപ്പം പരിപാടി പോരാന്നിട്ടാണ് ക്യാമറ ഒക്കെ മേടിച്ചത്. ക്യാമറ ഞാൻ കുറേ നാൾ മുന്നേ ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ ഇതിൽ ഏത് ആദ്യം വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതൊക്കെ നമ്മുടെ എഡിറ്ററിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എനിവേ, അപ്പോൾ മൈ പോയിന്റ് ഈസ് ദിസ് ടുഡേ വി ആർ വൈൻഡിങ് അപ്പ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ തിരിച്ചു പോകുന്നു. കുറച്ച് സ്ട്രോബെറീസും ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ലേറ്റായിട്ട് വാങ്ങി ലേറ്റായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ സ്ട്രോബെറിയൊക്കെ കുറച്ച് സാധനങ്ങൾ പിള്ളേർക്ക് വേണ്ടി വാങ്ങിക്കുന്നു. ഇന്നത്തെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വീഡിയോ ഇവിടെ നമ്മൾ തീർക്കുകയാണ്. ദിസ് ഈസ് ഷെഫ് ലിജു. ബൈ ബൈ, ചൗ.